തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 28 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു എന്നാണ് പറഞ്ഞത്. പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷേകത്തിന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ തൊട്ടുമുകളിലുള്ള വചനഭാഗത്തെ നമ്മൾ കേട്ടിരുന്നല്ലോ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുത്. അവർ കൂട്ടുകാരുടെ സമാധാനം സംസാരിക്കുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് എന്ന് 3-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദൈവമക്കളെ, ഇവിടെ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും എന്നാണ് വചനം നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത്. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും ഒന്ന് പ്രസിദ്ധമാക്കാൻ നമുക്കില്ലേ? ദൈവം തന്ന നന്മയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്താൽ എങ്ങനെ ദൈവമക്കളെ വായടച്ചു വെച്ചുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ തള്ളി നീക്കാൻ പറ്റും? ഒരു ദിവസമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എവിടെയായിരിക്കട്ടെ, ഏത് സ്റ്റേജിലുമായിരിക്കട്ടെ, കർത്താവിൻ്റെ കൃപയെ ഒന്ന് മഹത്വപ്പെടുത്താനുള്ള നന്മ നമുക്കുണ്ടല്ലോ. നമ്മളത് പ്രാപിച്ചിട്ടുണ്ടല്ലോ. കഷ്ടതയുടെയും കണ്ണീരിൻ്റെയും വേദനയുടെയും ഒക്കെ നടുവിലൂടെ കടന്നുപോയ നാളുകളിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ദിവസം നമ്മൾ കാണുമെന്ന്? അന്നൊക്കെ ദൈവം നമ്മളോട് കാണിച്ച ഔദാര്യം എത്ര വലുതായിരുന്നു നമ്മൾ അറിഞ്ഞല്ലോ, അനുഭവിച്ചല്ലോ, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്തേ ഇപ്പം നമുക്കത് മറയ്ക്കാൻ പറ്റുന്നത്? ഒരിക്കലും ആകാതെ ദൈവമക്കളെ തളർന്നു പോകാതെ, വീണു പോകാതെ, ആരുടെയും വാക്കുകൾ കേട്ട് നമ്മൾ കലങ്ങിപ്പോകാതെ, നമ്മൾ സൗഖ്യം പ്രാപിച്ചവരും നമ്മൾ അനുഗ്രഹം പ്രാപിച്ചവരും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ആ കർത്താവിന് വേണ്ടി അന്ത്യം വരെ ജീവിക്കേണ്ടവരായ നമ്മളൊരിക്കലും ദൈവമക്കളെ ബലഹീനപ്പെട്ട വാക്കുടെ മുമ്പിൽ വീണു പോകരുത്. ഇവിടെ വചനമുണ്ട്, യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായകൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയുമെന്ന്. അവരെ പണിയത്തില്ല എന്ന് ദൈവവചനം നമ്മളെ കേൾപ്പിക്കുക, അവരെ ഇടിച്ചു കളയുമെന്ന്. എന്നാൽ വചനത്തെ 6-ാം വാക്യം പറയുമ്പോൾ, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും കൂടെയുള്ള ഒരു വാസമാണ്. നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്താണെങ്കിലും നമ്മളെല്ലാവരും പലരും പല സ്വഭാവക്കാരും പല ആൾക്കാരുമാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിച്ചത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും അത് പ്രാപിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കൈക്കൊണ്ടില്ലല്ലോ എന്നോർത്ത് ദൈവമക്കളെ നമ്മൾ അങ്ങനെയായി പോകരുത്. പിന്നെ അവർക്കത് മതി, അവർക്ക് ഇത്രയൊക്കെ സ്തുതിച്ചാൽ മതിയാവും. ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം, നമ്മളങ്ങനല്ലല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചവർക്ക് വേണ്ടി പറയുക. വാങ്ങിയെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ, ഇനിയുള്ള കാലം കർത്താവിനെ ആരാധിക്കേണ്ടതിന് നമുക്ക് ദൈവമക്കളെ തടസ്സം? നന്ദിയോടുകൂടി ഇന്ന് ഓർക്കുന്നൊരു മനസ്സ് മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നോർത്ത് നോക്കി, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. എൻ്റെ യാചനയുടെ ശബ്ദം അവൻ കേട്ടിരിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇനിയുള്ള കാലം കർത്താവിനെ എത്രമാത്രം ആരാധിക്കണം, എങ്ങനെ സാക്ഷ്യപ്പെടുത്തണം, എങ്ങനെ മഹത്വപ്പെടുത്തണം, അതായിരിക്കട്ടെ നമ്മുടെ മനസ്സിലെ ഇനിയുള്ള ലക്ഷ്യവും കാത്തിരിപ്പും എല്ലാം തന്നെ ആയിരിക്കട്ടെ. യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഹൃദയം ഒന്ന് ഉല്ലസിക്കുവാൻ കാരണം എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. നമ്മൾ അവങ്കൽ ആശ്രയിച്ചാൽ മതി. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് പലരിലായിരിക്കാം, പലതിലുമായിരിക്കാം. പക്ഷേ യഹോവയുടെ സന്നിധിയിൽ ആശ്രയം വെച്ചിട്ടുള്ള ദൈവമക്കളെ തീർച്ചയായിട്ടും നമുക്ക് സഹായം ലഭിക്കും. അല്പം വൈകിയാലും നമ്മുടെ മനസ്സിൽ വൈകിയെന്ന് തോന്നും, ഇല്ല, കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. സമയം കഴിഞ്ഞു പോയെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവരെ കഴുകനെ പോലെ കുതിച്ചുയരും.
നല്ലൊരു സാക്ഷിയെ തീരാൻ കർത്താവ് ഒരുക്കട്ടെ. പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന വചനം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഈ 2024 എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഒരുക്കട്ടെ. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷേകത്തിന് അവൻ രക്ഷാതുർക്കം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. നല്ലൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. നല്ലൊരു പ്രാർത്ഥന ദൈവസന്നിധി വയ്ക്കുമ്പോൾ, ദൈവമക്കൾ നീതിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ആമേൻ. അത് തന്നെ നമ്മുടെ ബലമാണ്. ആ ഉറപ്പ് മതി, ആ ധൈര്യം മതി. എൻ്റെ കർത്താവ് തരുമെന്നുള്ളൊരു പ്രതീക്ഷ മതി. ആമേൻ. കർത്താവിങ്കിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല. ആകയാൽ ദൈവസന്നിധി വെച്ച വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന മക്കളെ, ഇനി അങ്ങോട്ട് സാക്ഷ്യം പറയാൻ കർത്താവ് ഒരുക്കട്ടെ. 2024 എല്ലാ സഭകളിലും അനേകരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനിടയാകും. പുതുക്ക സാക്ഷിയാണെങ്കിലും ഒരിക്കൽ പറഞ്ഞ സാക്ഷ്യമാണ്. അത് ചിലപ്പോൾ സാക്ഷി പറയാതെ നാളുകളായിട്ട് നീണ്ടു കിടന്നു. പക്ഷേ നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കർത്താവ് തന്ന ഉപകാരങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ ആ പുതുക്ക സാക്ഷ്യത്തിലൊക്കെ ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമാറ് ദൈവം അത്ഭുതം ചെയ്യും. ദൈവം തന്ന ഉപകാരങ്ങളെ പറയുവാനായിട്ട് ദൈവമക്കളെ നമുക്ക് പ്രത്യേക വേദികളൊന്നും നമ്മൾ നോക്കേണ്ട, ഒരു സ്റ്റേജൊന്നും നോക്കേണ്ട. ഇവിടെ സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ എവിടെ കരഞ്ഞോ അവിടെ നമ്മളെ സാക്ഷിക്കണം. ദൈവം ഇടയാക്കും. എന്ത് വിഷയത്തെ ചൊല്ലി നമ്മൾ കരഞ്ഞോ ആ വിഷയം നിമിത്തം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാക്കും. 2024 വിശ്വസിക്കുന്ന എല്ലാവർക്കും അത്ഭുതമേറിയ സാക്ഷി പറയാൻ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വചനത്തിൻ്റെ മുൻപിൽ കർത്താവേടെ വിശ്വസിച്ച് ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. 2024 സാക്ഷ്യം പറയാൻ അനേകം മക്കൾക്ക് അത്ഭുതകരമായ വിടുതലും കർത്താവിൻ്റെ അത്ഭുതമേറിയ പ്രവർത്തനങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കുന്ന മക്കളെ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, തിരുനാമ മഹത്വത്തിനായി നിൻ്റെ മക്കളുടെ നാവുകളെ തുറക്കണമേ. ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവെ അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ദൈവം എടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കിടക്കണമേ. ആമീൻ. യേശുവേ സ്തോത്രം.